നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാന്യോൾ മത്സരത്തിൽ റയലിൻ്റെ സൂപ്പർ താരം വിനി ജൂനിയറെ എസ്പാന്യോളിൻ്റെ താരം അലക്സ് കലട്രാവ തൊഴിച്ചു. അത് റഫറി അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ എന്തോ കലട്രാവക്ക് കാർഡൊന്നും കൊടുത്തില്ല. പിന്നെ കളി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഫുട്ടേജുകളും മറ്റുമൊക്കെ വിനിയും മറ്റെല്ലാവരും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല തിബോട്ട് കോർട്ടുവ എടുത്ത് പറയുകയും ചെയ്തു. റഫറിങ് എറർ എന്ന് പറഞ്ഞുകൊണ്ട് വിനി വീണതിന് കാർഡ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എസ്പാന്യോൾ ഓവറാക്കി പോസ്റ്റൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കോർട്ടുവ മറുപടി പറഞ്ഞു, ആദ്യം സ്വയം ഒന്ന് കണ്ണാടി നോക്കാൻ നല്ലതായിരിക്കും, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ പോയാൽ മതി. കലട്രാവ വിനിയെ ചവിട്ടി കറേറസിനെ ഫൗൾ ചെയ്തു, എന്നിട്ടൊന്നും കാർഡ് കിട്ടിയിട്ടില്ലല്ലോ, അതൊക്കെ ഓർക്ക് നന്നായിരിക്കും എന്നൊക്കെ കോർട്ടുവ കൂടി പറഞ്ഞപ്പോൾ ഇതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തു. ഇപ്പോൾ അതിൽ ന്യായീകരണവുമായിട്ട് വന്നിരിക്കുകയാണ് അലക്സ് കലട്രാവ. അയാൾ പറയുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ ഞാൻ ബോളിനടിച്ചപ്പോൾ വിനിക്ക് കൊണ്ടതാണെന്ന്. അതിന് എത്രയോ മുമ്പ് വിനി താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ട്, ബോള് പോയിട്ടുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടും മനഃപൂർവ്വം തൊഴിച്ചതാണ് എന്നുള്ളതാണ് ആ ഫുട്ടേജ് കണ്ട ആർക്കും തോന്നുക. പക്ഷേ അയാൾ ന്യായീകരണമായിട്ട് എത്തിയിരിക്കുന്നു, മനഃപൂർവ്വം ചെയ്തില്ല. അങ്ങനെ മനഃപൂർവ്വം ചെയ്തായിരുന്നെങ്കിൽ റഫറി എനിക്ക് കാർഡ് നൽകുമായിരുന്നില്ല എന്നാണ് ചോദ്യം. എന്തായാലും അയാളുടെ ന്യായീകരണത്തിലേക്ക് പോകാം. വിനിയുമായിട്ടുള്ള എൻ്റെ കൊളീഷൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഫസ്റ്റ് പ്ലേ ആയിരുന്നു, ഗെയിമിലെ ആദ്യ ആക്ഷനായിരുന്നു. ഞാൻ ബോൾ കളിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ബോൾ പോയി കഴിഞ്ഞു. അതോടുകൂടി ഞാൻ നിർത്തുകയും ചെയ്തു. വാറും റഫറിയും എനിക്ക് കാർഡ് തരുമായിരുന്നില്ലേ? അങ്ങനെ അല്ലെങ്കിൽ വാറും റഫറി എനിക്ക് കാർഡ് തരണ്ടേ? സത്യം പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അൺഇൻറ്റൻഷനലാണ്, മനഃപൂർവ്വമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരു ഹാം കോസ് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വേദന ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കളിരീതിയുണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റി വെച്ച് നോക്കുമ്പോൾ അവർ നല്ല പ്ലേയേഴ്സാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ രൂപത്തിൽ മാത്രം ചെയ്തതാണെന്നാണ്. ഒരാളുടെ പുറത്ത് തൊഴിച്ചതിന് ശേഷം പറയുകയാണ്, ഞാൻ അയാൾക്ക് വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഞാൻ അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമല്ല. വല്ലാത്ത ന്യായീകരണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.